ഒരു കമ്പനി സ്റ്റാർട്ടായി 15 വർഷമേ ആയിട്ടുള്ളൂ. ബട്ട് KKRയുടെ ജേഴ്സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രീം 11 എന്ന് കാണും. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ജേഴ്സിയിലും ഡ്രീം 11 എന്ന് കാണും. പഞ്ചാബിന്റെ ജേഴ്സിയിലും ഡ്രീം 11 കാണും. ഇതൊക്കെ പോട്ടെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി നോക്കിക്കേ, ഡ്രീം 11 എന്ന് കാണും. ഇങ്ങനെ ഇത്രയും അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ ഡ്രീം 11 ആസാമില് ബാൻഡാണ്. അതേപോലെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ ഇവിടെയൊക്കെ ഡ്രീം 11 നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റ്സിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പനി ഇത്രയും ധൈര്യമായിട്ട് എല്ലാ സ്പോർട്സ് ജേഴ്സിയിലും അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആന്ധ്രയിലും ഡ്രീം 11 ബാൻഡാണ്, തെലുങ്കാനയിലും ഡ്രീം 11 ബാൻഡാണ്. പക്ഷെ ആ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ടീം, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമില്, ആ ടീമിന്റെ ജേഴ്സിയിൽ ഡ്രീം 11 പരസ്യമുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യം ആ സ്റ്റേറ്റിന്റെ ടീം, ആ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയിൽ ആ നിരോധിച്ചിരിക്കുന്ന കാര്യം തന്നെ പരസ്യമായിട്ട് കൊടുത്തേക്കുക. അങ്ങനെ എന്താണ് ഈ ഡ്രീം 11 ചെയ്യുന്നത്? അതേപോലെ കുറെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രീം 11 തന്നെ ഒരു വലിയ സ്കാം ആണ്, ഉഡായിപ്പാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് എന്താണ് ഈ ഡ്രീം 11, സെക്കൻഡ് ഇതിനകത്ത് ഇത്രയും വലിയ ഉഡായിപ്പ് സ്കാം നടക്കുന്നുണ്ട് എന്ന് ഇവർ പറയുന്നില്ലേ, സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ട് ഇതിനകത്ത് പണം ഇട്ടിട്ട്. ഇതിപ്പോ കോടതി ബാൻ ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുക കോടതി തന്നെ. സോ നമ്മുടെ നാട്ടില് വലിയൊരു കാര്യം നടക്കുകയാണ്. ഒന്നെങ്കിൽ അത് സ്കാം ആയിരിക്കണം, അതായത് തട്ടിപ്പായിരിക്കണം, അല്ലെങ്കിൽ അതൊരു വലിയ ബിസിനസ് ആയിരിക്കണം. സോ ഈ ഡ്രീം 11 എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഈ ഡ്രീം 11 എങ്ങനെയാ കളിക്കേണ്ടത് എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളൊരു മാച്ച് കളിക്കാൻ പോവാന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ CSK വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലൊരു മാച്ച് നടക്കാൻ പോവാണ്, IPL മാച്ച്. അതിൽ ഒരു 11 പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ടീം ഉണ്ടാക്കാൻ പറ്റും. ആ 11 പേര് നിങ്ങൾ സെലക്ട് ചെയ്യത്തില്ലേ, അപ്പോൾ ഒരു 11 പേരുടെ ടീമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ 11 പേര് എങ്ങനെ വേണേയിരിക്കാം, ഒരു ടീം തന്നെ വേണമെന്നില്ല. CSK ഒരു 6 പേര് കാണാം, മുംബൈ ഇന്ത്യൻസ് ഒരു 5 പേര് കാണാം. ഇങ്ങനെ നിങ്ങൾ ഒരു 11 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ ഒരു 11 പേരുടെ ഒരു ടീം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് IPL കാണാൻ പോവാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലെയർ ക്യാച്ച് പിടിച്ചു കഴിഞ്ഞാൽ, ആ പ്ലെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ധോണിനെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ധോണി ആ ഗെയിമിൽ ഒരു ക്യാച്ച്, ശരിക്കും പറഞ്ഞാൽ IPL ഒരു ക്യാച്ച് പിടിച്ചെന്ന് വെച്ചോ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ധോണി ഇപ്പോൾ ഡയറക്റ്റ് ഒരു സ്റ്റെമ്പിങ് ചെയ്യുന്ന വെച്ചോ, നേരെ സ്റ്റെമ്പ് ഔട്ട് ഒരാളെ ചെയ്തു എന്ന് വെച്ചോ, അപ്പോൾ എൻ്റെ ടീം ഞാനൊരു 11 പേര് സെലക്ട് ചെയ്തിട്ടില്ല, അതിനകത്ത് ധോണിയും കാണുമായിരിക്കും. അപ്പോൾ ആ ധോണി ചിലപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ക്യാപ്റ്റനായിട്ട് വെച്ചേക്കുവാന്ന് വെച്ചോ, എൻ്റെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ ധോണിനെ വെച്ചേക്കുവാണെങ്കിൽ ഡ്രീം 11 അപ്പോൾ ധോണി ഔട്ട് ചെയ്തില്ല, സ്റ്റെമ്പ് ഔട്ട് ചെയ്തില്ല, അപ്പോൾ ധോണിക്ക് ഒരു 11 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 12 പോയിന്റ്സ് അങ്ങ് കയറും. അപ്പോൾ ആ മാച്ചിന്റെ ഇടയ്ക്ക് ഓരോ പ്ലേയേഴ്സും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അച്ചീവ്മെന്റ് പോലെ, ഒരാൾ വിക്കറ്റ് എടുക്കുവാണെങ്കിൽ, ഒരാൾ ബൗൾഡ് ആവുകയാണെങ്കിൽ, അതനുസരിച്ച് പോയിന്റ്സ് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും, അത് കൂടിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് ധോണി ആ മാച്ചിൽ ഡക്ക് ഔട്ട് ആയെന്ന് വെച്ചോ, ആ എന്റെ ടീമിന്റെ പോയിന്റ്സ് ഇല്ല, അതങ്ങ് കുറയും. സോ ഫൈനലി ആ മാച്ച് തീരുമ്പോൾ ഓവറോൾ എന്റെ പ്ലേയേഴ്സ്, അതായത് ഞാൻ സെലക്ട് ചെയ്തിരുന്ന 11 പ്ലേയേഴ്സ് ഇല്ലേ, അപ്പൊ അവർക്ക് ഓരോരുത്തർക്ക് പോയിന്റ്സ് കാണുള്ളൂ. ആ പോയിന്റ്സ് അനുസരിച്ച് അതിന്റെ ടോട്ടൽ എത്രയാണോ അതായിരിക്കും എന്റെ ടോട്ടൽ പോയിന്റ്സ്. സോ ബേസിക്കലി ഞാൻ സെലക്ട് ചെയ്ത ആ 11 പ്ലേയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോർ ഹൈ ആവും. നമ്മുടെ സ്കോർ, നമ്മൾ സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അവരുടെ സ്കോർ ഓരോ രീതിയിലും ഹൈ ആയി പോവും, നമ്മൾ ടോപ്പിൽ നിൽക്കും. അല്ല, നമ്മൾ സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് നന്നായിട്ട് ആ മാച്ചിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കോർ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഗെയിം. പക്ഷെ ഇതിനകത്ത്, ഈ ഡ്രീം 11 മണി പാർട്ടും ഇൻവോൾവ് ആവുന്നുണ്ട്. ഇപ്പൊ ഈ ഗെയിം ഞാൻ കളിക്കണമെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു 50 rupees എങ്ങാണ്ട് ഞാൻ പേ ചെയ്യണം ഇനിഷ്യലി. അപ്പൊ പേ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഗെയിം എനിക്കൊരു ടീം സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് ഞാൻ 50 രൂപ കൊടുക്കുന്നത് പോലെ ഇന്ത്യ മുഴുവൻ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ, ഇങ്ങനെ ഈ പണം കൊടുത്ത് എത്രയോ കോടി ഒരു ഫണ്ടായിട്ട് അതിനകത്ത് കാണും. ഒരു 50 കോടി 52 കോടി ആ റേഞ്ചൊക്കെ ആ ഒരു മാച്ചിന് ഒരു ഫണ്ടായിട്ട് അതിനകത്ത് കാണും. അപ്പൊ ആ മണി എല്ലാം ഒന്നിച്ച് ഒരു പൂളായിട്ട്, അതായത് ഒന്ന് ചേർത്ത് വെച്ചിട്ട് അതായിരിക്കും ഒരു 50-52 കോടി ആ റേഞ്ചൊക്കെ വെക്കുമെന്ന് വെച്ചോ ഒരു മാച്ചിന്. ഇപ്പോൾ ഫസ്റ്റ് ഇന്നൊരു മാച്ച് നടക്കുവാണെങ്കിൽ, IPL മാച്ച് നടക്കുവാണെങ്കിൽ ആ മാച്ചിന് 52 കോടി ആയിരിക്കും അതിനകത്ത് എല്ലാവരും കൂടി ഇട്ടിരിക്കുന്ന ഒരു ബഡ്ജറ്റ്. അതിനകത്ത് പോയിന്റ്സ് അനുസരിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് വാങ്ങിക്കുന്ന ആൾ, ഫസ്റ്റ് പോയിന്റ്സ്, ടോപ്പിൽ പോയിന്റ്സ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 കോടി, പിന്നെ സെക്കൻഡ് പോയിന്റ്സ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 1 കോടി. അങ്ങനെ ഇപ്പൊ നമ്മൾ ടീം സെലക്ട് ചെയ്യുന്നു, നമുക്ക് ആ പ്ലേയേഴ്സ് എങ്ങനെ കളിക്കുന്നു അതനുസരിച്ച് പോയിന്റ്സ് കിട്ടും. അത് നമുക്ക് ഫസ്റ്റ്
ആ പോയിന്റ്സിൽ ടോപ്പ് പോയിന്റ്സ് ഹയസ്റ്റ് പോയിന്റ്സ് നമുക്കാണെങ്കിൽ 2 കോടി നമുക്ക് കിട്ടും. അല്ലാത്ത കേസിൽ നമുക്ക് ഒരു സെക്കൻഡ് പ്ലേസ് ആണെങ്കിൽ 1 കോടി കിട്ടും. അങ്ങനെ അതനുസരിച്ച് നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവും. സോ ഈ ഒരു കാര്യമില്ലേ, ഈ ഒരു സംഭവം ഒരു ബെറ്റിംഗ് ആണ്. അതായത് ഫ്യൂച്ചറിൽ ഇവരെങ്ങനെ കളിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെറ്റ് ചെയ്യാണ്. ഇത് വിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ ഇതെടുക്കും അതെടുക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമല്ലേ. അപ്പൊ അതൊരു ബെറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ആസാമില്, ഒഡീഷയില്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഇന്ന സ്ഥലത്തൊക്കെ ഇത് ഒരു ബെറ്റിംഗ് ആപ്പാണ്, ഇത് ചൂതുകളിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ബാൻ ചെയ്തേക്കുക, നിരോധിച്ചിരിക്കുകയാണ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ചിലരൊക്കെ അവരുടെ ജീവിതമേ തുളഞ്ഞു ഇതിനകത്തൊരു പണം ഇട്ടിട്ട്. തമിഴ്നാട്ടിലെ ഒരു കടക്കാരനൊക്കെ 6 ലക്ഷം രൂപ എന്നകത്ത് ഇട്ടു, മൊത്തത്തിൽ അങ്ങ് പോയി, ഒന്നും തിരിച്ചു കിട്ടിയില്ല. ഓൺ ദി അതർ സൈഡ് ഈ Dream11 കോടതി വന്ന് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബെറ്റിംഗ് ആപ്പ് അല്ല, ഇത് ചൂതുകളി അല്ല, ദിസ് ഇസ് എ ഗെയിം ഓഫ് സ്കിൽ. അപ്പൊ ശരിക്കും നമ്മൾ ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് ഗെയിം ഓഫ് ചാൻസ്, ഗെയിം ഓഫ് സ്കിൽ. ഇപ്പൊ ഈ ഗെയിം ഓഫ് സ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഈ വക ഗെയിംസ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ നമ്മുടെ കഴിവാണ്, സ്കില്ലാണ്, നമ്മുടെ കഴിവനുസരിച്ചായിരിക്കും ആ ഗെയിംസ് നമ്മൾ ജയിക്കുകയോ തോക്കുകയോ എന്താ ചെയ്യുന്നത്. പക്ഷെ ഗെയിം ഓഫ് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബെറ്റിംഗ് ആണ്, ഈ ചൂതുകളി ആ വക കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാസിനോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം കറങ്ങി വിടുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കറക്കി വിട്ടിട്ട് ഒരു ബോളൊക്കെ അതിനകത്ത് വിടും. അപ്പൊ അത് വന്ന് നമ്മളൊരു നമ്പർ പറയും, ഇപ്പൊ 27 നമ്പർ പറയുവാണെങ്കിൽ ആ നമ്പർ അത് വന്ന് വീഴുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത് പണം നമുക്ക് കിട്ടുള്ളൂ. അതൊരു ബെറ്റിംഗ് ആണ്. കാരണം അതിനകത്ത് നമ്മുടെ കഴിവൊന്നും ഇല്ല, പ്യുവർ ലക്കാണ്. അത് വീഴുവും വീഴാതിരിക്കും നമുക്ക് കണക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ കണക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ നമ്മൾ ഗെയിം ഓഫ് ചാൻസ് എന്ന് പറയും. അതിനെയാണ് ഈ ബെറ്റിംഗ്, ചൂതുകളി നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഗെയിം ഓഫ് ചാൻസ് ഇന്ത്യയിൽ ബാൻഡാണ്, കളിക്കാൻ പറ്റത്തില്ല. ഗെയിം ഓഫ് സ്കില്ല് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ Dream11 കോടതി വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ Dream11 ഗെയിം ഓഫ് സ്കില്ലാണ്, ഗെയിം ഓഫ് ചാൻസ് അല്ല. അതായത് ഇന്ന മാച്ചിൽ ഈ ഒരു പർട്ടിക്കുലർ പ്ലെയർ, ഇപ്പോൾ ധോണിയാങ്കിൽ ധോണി, അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇന്ന ടീമിന്റെ കൂടെ കളിക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ കഴിവനുസരിച്ച് നേരത്തെ ഇവരുടെ കളിച്ച ഒരു കണക്കും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതൊക്കെ ഒരു ഡേറ്റാസ് ആണ്. അപ്പോൾ ഇവരുടെ കൂടെ നേരത്തെ കളിച്ചപ്പോൾ ഇത്ര റൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനു മുമ്പ് കളിച്ചപ്പോൾ ഇത്ര റൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിക്ക് ഇത്രയും ഇവരൊക്കെയാണ് ഓപ്പണന്റിലുള്ള. അപ്പോൾ ഇവരൊക്കെ ഉള്ള സമയത്ത് രോഹിത് ശർമ്മയ്ക്ക് ഇത്രയും എടുക്കാൻ പറ്റും എന്നൊരു കണക്ക് ഈ പ്ലെയറിന് കാണും. അപ്പൊ ഇതൊരു ഗെയിം ഓഫ് സ്കില്ലാണ്, ഇതും കഴിവ് ഡെവലപ്പ് ചെയ്തിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് എന്ന് Dream11 കോടതി പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിം ഉറപ്പായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് Dream11 കോടതി പറഞ്ഞ് ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം അങ്ങനെയാണ് Dream11 നമുക്ക് കളിക്കാൻ പറ്റുന്നത്, ഇൻക്ലൂഡിങ് കേരള. പക്ഷേ ഇപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉടായ്പാണ്, ബെറ്റിംഗ് ആപ്പ് അല്ല, ഇതൊരു ഉടായ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നിരിക്കുന്നത്, ഒരു സ്കാം ആണെന്ന് പറഞ്ഞാണ് കേസ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവരുടെ മൊത്തം ഒരു കമ്പനിയുടെ ഒരു വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 66,000 crores ആണ്. ഇതൊരു സ്കാം പാർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഈ വരുമാനമാണ്. അപ്പൊ ഈ ഗെയിം കളിച്ച ആൾക്കാർ എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 52 കോടിയുടെ ഒരു മാച്ച് നടക്കുവാന്ന് വെച്ചു, മാച്ച് IPL മാച്ച് നടക്കുവാണ്, അതിനകത്ത് 1 കോടി പേര് Dream11 കളിക്കുകയാണ് ആ ഒരു മാച്ച്. അപ്പൊ ആ 1 കോടി പേര് കളിക്കുന്നു, ഒരു 52 കോടി അതിനകത്ത് ഫണ്ടായിട്ട് നിൽക്കുവാന്ന് വെച്ചു. അതിൽ പകുതി പ്ലേയേഴ്സും ബോട്ടാണ്. ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഈ ബോട്ട് ഫസ്റ്റോ സെക്കൻഡോ വന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പോ ഒരു 52 കോടി ആ ഒരു ഗെയിമിന്റെ ഫണ്ട് 1 കോടി പേര് അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോ, ശരിക്കും അതിനകത്ത് 52 കോടി കാണത്തില്ല, ഒരു 25-30 കോടിയേ കാണത്തുള്ളൂ ആൾക്കാർ ഇട്ടിട്ടുള്ളത്. ബാക്കി ഇവരുടെ തന്നെ ആൾക്കാരായിരിക്കും, അതായത് Dream11 തന്നെ ബോട്ടായിരിക്കും, അല്ലെങ്കിൽ Dream11 തന്നെ ആൾക്കാരായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും അവരുടെ തന്നെ, Dream11 തന്നെ. അപ്പൊ അവര് അതിനകത്ത് പണമിട്ട് ഇത് മൊത്തത്തിൽ 1 കോടി പേര് കളിക്കുന്നുണ്ട്, 52 കോടി ഈ ഗെയിമിന്റെ വാല്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാരെ ബാക്കി എല്ലാവരും ഇടും. അപ്പൊ എത്ര പേര് കാണും? ഇപ്പോ 30 കോടി ഉള്ളെങ്കിൽ ഒരു 50 ലക്ഷം പേര് കളിക്കുന്നുണ്ടായിരിക്കും ശരിക്കും ഉള്ള ആൾക്കാർ. ബാക്കി 50 ലക്ഷം പേര് ഇവരുടെ ആൾക്കാരായിരിക്കും, Dream11 ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ കമ്പനിയുടെ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും, അവരുടെ ബോട്ടായിരിക്കും. അപ്പൊ നാച്ചുറലി എന്തുവാ, അതിനകത്ത് ആരെങ്കിലും ഒരാൾ, അവരുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയെന്ന് വെച്ചോ, ആ പണം ആർക്കുള്ളതാ? പിന്നെയും Dream11 തന്നെ ആ പണം പോകും. അപ്പൊ ഇതിനകത്ത് 52 കോടി എന്ന് അവർ പറയുമ്പോൾ ഈ 52 കോടിയുടെ കണക്ക് എവിടുന്നാ വരുന്നത്? ഈ 52 കോടിയും ജെന്യൂൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, ശരിക്കുമുള്ള ജനങ്ങളാണ് കളിക്കുന്ന, കമ്പ്യൂട്ടർ അല്ല അല്ലെങ്കിൽ ബോട്ട് അല്ല എന്നതിന് എന്ത് പ്രൂഫാണ് ഉള്ളത്? ഇതാണ് ഫസ്റ്റ് അലിഗേഷൻ. അപ്പൊ 50 കോടി ഇതിനകത്ത് ഉണ്ട് എന്ന് ഇവർ പറയുന്നു, പക്ഷെ ശരിക്കും 50 കോടി ഇതിനകത്ത് വരുന്നില്ല. ഇത്രയോ കോടി വരുന്നു, 10-20 കോടി വരുന്നു, ബാക്കി ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ തന്നെ ഫേക്ക് ആയിട്ട് ഒരു കണക്ക് കാണിക്കുന്നു. ഫൈനലി ആ മാച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഫേക്ക് പ്ലേയേഴ്സ്, അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ ആരൊക്കെയാ എത്രയൊക്കെയാ പോയിന്റ്സ് കിട്ടിയെന്ന്.
അതനുസരിച്ച് ആ സമയത്ത് ആ പോയിന്റ്സ് ടേബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ ഫേക്ക് പ്ലേയേഴ്സ് ജയിച്ചതുപോലെ അപ്പോ കാണിക്കാൻ ലാസ്റ്റ് ഫൈനലി കാണിക്കാണ് എന്നാ ഈ ഡ്രീം 11 കളിച്ച ആൾക്കാർ പറയുന്നത്. ഇതൊരു ആരോപണം മാത്രമാണ്, ഇത് എവിടെയും പ്രൂവ് ആയിട്ടില്ല. പക്ഷെ അതിന് അദ്ദേഹം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഈ അവർ മെയിൻ ആയിട്ട് പറയുന്ന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ടൈലർ വി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ നെയിം ഉണ്ട്. അപ്പൊ ആ ആളുടെ പേര് ടൈലർ എന്നാണ്. അപ്പൊ അയാള് പല ഗെയിമുകളും ജയിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ അയാള് 54,75,000 മുകളില് ഗെയിംസ് അയാൾ കളിച്ചിട്ടുണ്ട്, അതും 4 വർഷത്തില്. അപ്പൊ ഈ കണക്ക് ഒരു ദിവസത്തേക്ക് അപ്പൊ ഇദ്ദേഹം എത്ര കളി കളിച്ചിട്ടുണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം അയാള് 3,750 ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ദിവസം അയാൾ ചെലവ് ചെയ്ത എമൗണ്ട്, ഓരോ ദിവസവും അയാൾ ചെലവ് ചെയ്ത എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2,21,250 രൂപയാണ്. അങ്ങനെ ആരും തന്നെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം 4 വർഷത്തേക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും 2,21,000 രൂപ ഇങ്ങനെ ബെറ്റിംഗ് ഈ ഡ്രീം 11 ഇടുക എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല 3,750 മാച്ചസ് ഓരോ ദിവസവും. അപ്പൊ മാനുവലി 3,750 പേർ സെലക്ട് ചെയ്ത്, അതായത് ഓരോ പ്രാവശ്യം ഓരോ മാച്ചിനും ഇത്ര 11 പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ 3,750 മാച്ചുകൾ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ഒരു മനുഷ്യന് അത് പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ ബോട്ടാണ്. ഇവർ തന്നെ ഒരു മാച്ച് നടക്കുന്ന പോലെ വെച്ച് ഇന്ത്യയിലുള്ള കുറെ പേരെ കാശ് ഇടിയിപ്പിച്ച് അവരുടെ ആൾക്കാർ തന്നെ കയറ്റിയിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് ഫസ്റ്റോ സെക്കൻഡോ അവന്മാർക്ക് കിട്ടും. അപ്പൊ അതാരാ? ഡ്രീം 11 തന്നെയാണ്. അപ്പൊ അവർക്ക് ആ പണം കിട്ടും. അപ്പൊ അവർ തന്നെ മാച്ച് ഇട്ടിട്ട് അവർ തന്നെ എല്ലാവരുടെയും കാശ് വാങ്ങിച്ചിട്ട് അവർ തന്നെ ജയിച്ചിട്ട് അവർ തന്നെ പോവാണ്. ഇങ്ങനെയാണ് ഈ ഡ്രീം 11 പണം ഉണ്ടാക്കുന്നത് എന്നാണ് ആരോപണം. പിന്നെ അടുത്തത്, ഇതിനകത്ത് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ 52 കോടി ഉണ്ട്. ഇപ്പൊ 1 കോടി പേര് കളിക്കുവാണെങ്കിൽ ഈ 1 കോടി ആൾക്കാരും ശരിക്കുമുള്ള പ്ലേയേഴ്സ് ആണ് എന്നതിന് റെക്കോർഡ് എവിടെയാണ് ഉള്ളത്? ഇത് ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ? അതായത് ഗവൺമെന്റ് അത് വരുന്നില്ലല്ലോ. ഗവൺമെന്റ് വന്നിട്ട് ഗവൺമെന്റിന് ഇതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ 1 കോടി ആൾക്കാർ കളിച്ചിട്ടുണ്ട്, ഇവരൊക്കെയാണ് 1 കോടി ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള പ്രൂഫോടെ ഗവൺമെന്റിന് ഇവർ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? അപ്പൊ ബേസിക്കലി ഈ വെരിഫിക്കേഷൻ പ്രോസസ് ഇല്ല എന്നത് തന്നെ ഒരു വലിയ തെറ്റാണ് എന്നതാണ് അടുത്ത പോയിന്റ് ഇവർ പറയുന്നത്. അപ്പൊ ഈ ഡ്രീം 11 എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇറ്റ്സ് മോർ ഓഫ് എ ബെറ്റിംഗ് ആപ്പ്. അത് മാത്രമല്ല ഇത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, നന്നായിട്ട് കയറി പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതൊരു മാച്ച് ഫിക്സിംഗിനും ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പണ്ട് ശ്രീശാന്തും ഇങ്ങനെ പ്രശ്നത്തിലാണ് പെട്ടുപോയത്, ഈ വൈഡിന്റെ പ്രശ്നത്തില. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴേ ഡ്രീം 11 ഒക്കെ പണ്ട് ഈ ബെറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റിന്റെ ബെറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലെയർ ബോൾ ഇടുവെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, അപ്പൊ ഈ ഓവറിൽ ഇന്ന ബോൾ 3ാമത്തെ ബോൾ ഇടുമ്പോഴത്തേക്ക് ഈ പ്ലെയർ ഔട്ട് ആവും, അല്ലെങ്കിൽ ഈ ബോൾ വൈഡ് ആവും എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ബോൾ പ്ലെയർ എറിയുമ്പോഴത്തേക്ക് അത് വൈഡ് ആവാനുള്ള സാധ്യത തീരെ കുറവാണ്. വളരെ അപൂർവം ഏതെങ്കിലും ഒരു ബോൾ വൈഡ് ആയാലേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഈ ബോൾ വൈഡ് ആവും, ഞാൻ 5 കോടി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയും സാധ്യത കുറവാണ്, വൈഡൊക്കെ വിടാൻ സാധ്യത കുറവാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ പണം ഇടും. ഞാൻ 1 കോടി ഇടുക, ഞാൻ 50 ലക്ഷം ഇടുക, ഞാൻ ഒരു 2 കോടി ഇടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കൂടുതൽ പണം ഇടും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബോൾ ശരിക്കും വൈഡായി പോയി കഴിഞ്ഞാൽ ആ പണം മൊത്തം ഇയാൾക്കും കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഒരു 2 കോടിയോ 3 കോടിയോ ആ പ്ലെയറില്ലേ, കളിച്ച ആ വൈഡ് ഇട്ട പ്ലെയറില്ലേ, ആ പ്ലെയറിന് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെയാണ് മാച്ച് ഫിക്സിംഗ് നടക്കുന്നത് ഇവിടെ. ഇപ്പൊ പ്ലേയേഴ്സിന് കാശ് കൊടുത്തിട്ട് 1 or 2 ബോൾ വൈഡ് ഇടുന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ബെറ്റ് ചെയ്തിട്ട് അത് വെച്ച് പണം ഉണ്ടാക്കുന്ന പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം കുറെ രീതിയിൽ അത് ബാൻ ചെയ്ത് കുറെ രീതിയിൽ അത് പിടിച്ച് ഒരു വിധത്തിൽ ഗവൺമെന്റ് ഒതുക്കി. ഇപ്പോ ഈ ഗെയിം ഈ ഡ്രീം 11 വളർന്നു വരുന്നത് കൊണ്ട് ഇങ്ങനെയും വളരാൻ സാധ്യതയുണ്ട്. ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം വളർന്നു വരാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്പിലൊന്നും പോയി വീണിട്ടില്ലെങ്കിൽ ഇനി പോയി വീഴരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പണം ഇട്ടിട്ട് എനിക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ഒരുപാട് പണമൊന്നും കിട്ടാൻ സാധ്യതയില്ല. എപ്പോഴാ പൊട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹൈ റിസ്ക് ആണ്. സോ പ്ലീസ് ബി വെരി 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 കോഷ്യസ്. ഈ ബെറ്റിംഗ് ആപ്സിൽ പോയിട്ട് കാശ് കളയാതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഡ്രീം 11 കളിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, എടാ നിനക്ക് അറിയാവോ അവിടെ കളിക്കുന്ന ബാക്കി പ്ലേയേഴ്സ് ഒക്കെ ശരിക്കുള്ള പ്ലേയേഴ്സ് തന്നെയാണെന്ന് നിനക്ക് അറിയാവോ? ബോട്ടാണോ റിയൽ പ്ലേയേഴ്സ് ആണോ? കമ്പ്യൂട്ടറിനകത്ത് ഒരു വേറെ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവൊന്നും കാണത്തില്ല, അതിന് അവരും ഒന്ന് ആലോചിക്കും. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ അങ്ങനത്തെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.